പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. എൻ്റെ പേര് സിമിൽ സെബാസ്റ്റ്യൻ. വീട് കോട്ടയം ജില്ലയിലാണ്. ഒരു യൂട്യൂബ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അറിവോ കഥ പറയാനുള്ള കഴിവോ ഉണ്ടായിട്ടല്ല ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. എൻ്റെ കഥ എന്ന വിഷയം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. എൻ്റെ കഥ എന്ന പേരിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സമൂഹത്തോട് പറയാൻ ഒരു അവസരം ലഭിച്ചതിന് ദർശന ക്ലബിൻ്റെ ഡയറക്ടർ പ്രിയപ്പെട്ട സോളമൻ അച്ഛനോടും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കൂട്ടുകാരോടും ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. ആദ്യമായി എന്നെക്കുറിച്ച് തന്നെ പറയാം. ഡാഡിയും മമ്മിയും ചേച്ചിയും ഡാഡിയുടെ അമ്മയും പിന്നെ ഞാനുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നത്. എനിക്ക് ഏകദേശം 18 വയസ്സ് വരെ അമ്മച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മമ്മി അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ടി വരുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നിട്ടില്ല. അമ്മച്ചിയുടെ മരണശേഷം ആണ് ഞാനത് ശീലിക്കുന്നത്. ഇപ്പോൾ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. ചേട്ടനും മക്കളും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബം. എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ചലനശേഷി കുറവാണ് എന്ന് വീട്ടിൽ അറിയുന്നത്. അന്ന് മുതൽ ഡാഡിയും മമ്മിയും എൻ്റെ നിരവധി ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി എന്നെ ചികിത്സിപ്പിച്ചു. അങ്ങനെ എനിക്ക് തനിയെ എണീറ്റിരിക്കാൻ സാധിച്ചു. തുടർന്ന് ഒരു സർജറി ചെയ്തു. കുറേ ആയുർവേദ ചികിത്സകൾ നടത്തി. ഏകദേശം 10 വയസ്സായപ്പോൾ ഇനി ചികിത്സ കൊണ്ട് പ്രയോജനമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഡാഡിക്കും മമ്മിക്കുമൊപ്പം ആ സമയത്ത് ഏതാവശ്യത്തിന് കൂടെ വരാനും വേണ്ട സഹായങ്ങൾക്കും ഡാഡിയുടെയും മമ്മിയുടെയും സഹോദരങ്ങളും ഡാഡിയുടെ കുറേ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ കട്ടിലും വീൽചെയറിലും ഒക്കെയുള്ള ജീവിതം ഞാൻ ശീലിച്ചു. ഇതിനിടയിൽ അടുത്തുള്ള വീട്ടിലെ കുട്ടികളോടൊപ്പം എന്നെ ഒരു ആശാൻ അക്ഷരം എഴുതിച്ചു. തുടർന്ന് എൻ്റെ പ്രായം അനുസരിച്ചുള്ള ഓരോ ക്ലാസ്സുകളുടെയും ബുക്കുകൾ വാങ്ങി മമ്മി തന്നെ എന്നെ പഠിപ്പിച്ചു. അടുത്തുള്ള ഒരു സ്കൂളിൽ പ്രൈവറ്റ് സ്റ്റഡി എന്ന പേരിൽ അഡ്മിഷൻ എടുത്തു. അങ്ങനെ 10ാം ക്ലാസ്സിലെ വരെ പഠിച്ചു. പക്ഷേ സ്കൂൾ നിയമത്തിനനുസരിച്ചുള്ള അറ്റൻഡൻസോ മറ്റ് രേഖകളോ ഇല്ലാത്തതുകൊണ്ട് SSLC എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം അവസാനിച്ചു. പക്ഷേ പ്രായം അതിക്രമിച്ചുവെങ്കിലും തുല്യതാ എക്സാം എഴുതണമെന്ന് ഒക്കെ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹം മാത്രം പോരാ, സാഹചര്യം അനുയോജ്യമാകണം എന്നത് മറ്റൊരു സത്യം. ചെറുപ്പത്തിൽ കസിൻസും അടുത്തുള്ള വീട്ടിലെ കുട്ടികളും കളിക്കാനൊക്കെ വീട്ടിലെത്തിയിരുന്നതുകൊണ്ട് എനിക്ക് ഒറ്റപ്പെടൽ തീരെ കുറച്ചേ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. മുതിർന്നപ്പോൾ പഠനത്തിൻ്റെ ഭാഗമായി അവരും തിരക്കിലായി. അങ്ങനെ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറിയും കൈകൊണ്ടുള്ള മറ്റ് ചെറിയ തുന്നൽ പരിപാടികളും പഠിച്ചു. അങ്ങനെ റേഡിയോയും പൂത്തുന്നലും ആയി കുറേ കാലം ഞാൻ തള്ളി നീക്കി. എൻ്റെ ഒരു അങ്കിള് എനിക്ക് ഒരു ടാബ് വാങ്ങിത്തന്നു. അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയും ഗൂഗിളിൻ്റെ ലോകവും ഒക്കെ അറിയാൻ തുടങ്ങി. ചെറിയ തുന്നൽ പരിപാടികളിൽ നിന്നും കുറച്ചുകൂടി വരുമാനം കണ്ടെത്തുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന തോന്നലിലായി ഞാൻ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഭിന്നശേഷിക്കാരായ ആളുകൾ പ്രകൃതി സൗഹൃദമായ പേപ്പർ പേനകൾ നിർമ്മിക്കുന്നു എന്നറിഞ്ഞത്. അങ്ങനെ ഞാൻ പേപ്പർ പേന നിർമ്മാണം തുടങ്ങി. ആദ്യമൊക്കെ എത്രത്തോളം വിജയിക്കും, എങ്ങനെ സെയിൽ ചെയ്യും എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ലവരായ കുറേ മനുഷ്യരുടെ സഹകരണം കൊണ്ട് പേപ്പർ പേന നിർമ്മാണത്തിൽ എനിക്ക് വരുമാനം കണ്ടെത്താനായി. തുടർന്ന് കുട നിർമ്മാണവും പഠിച്ചു. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുട സെയിലാവുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ സീസണിൽ. എല്ലാം ചെയ്തു തുടങ്ങിയപ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെ കിറ്റ് വാങ്ങും, എങ്ങനെ അയച്ചു കൊടുക്കും, എങ്ങനെ എന്നൊക്കെ പലരുടെയും ഉപദേശങ്ങൾ സ്വീകരിച്ച് ഇന്ന് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നൊരു സന്തോഷം എനിക്കുണ്ട്. ഇനി എൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ യാത്രകളാണ് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത്. ഒപ്പം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുക. പക്ഷേ അതിനും സാഹചര്യമാണ് നമ്മുടെ വില്ലൻ. 1-2 തവണ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാൻ സാധിച്ചു. എങ്കിലും യാത്രകളുടെ കൊതി തീരുകയില്ല. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു ഇലക്ട്രിക് വീൽ ചെയർ. 1.5 വർഷം മുൻപ് എനിക്ക് ഞങ്ങളുടെ നഗരസഭ വഴി ഒരു ഇലക്ട്രിക് വീൽ ചെയർ കിട്ടി. ഇപ്പോൾ അതിലിരുന്ന് എൻ്റെ സ്വന്തം കാര്യങ്ങൾ ഒരുവിധം തന്നെ ചെയ്യാനും മുറ്റത്ത് ഇറങ്ങാനും ഇടയ്ക്ക് പള്ളിയിൽ പോകാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഇനി എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്, സഹതാപമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പല വിധത്തിൽ ചെയ്യാൻ കഴിയും. കുറച്ച് സമയം മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളിനോട് അത് കേൾക്കാൻ കാണിക്കുന്ന മനസ്സ് പോലും ഒരു ചേർത്ത് നിർത്തലാണ്.
സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായങ്ങളാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ആവശ്യം. അങ്ങനെ എൻ്റെ കുടുംബത്തെ കൂടാതെ പേര് പറയാൻ സാധിക്കാത്ത ഒരുപാട് നല്ലവരായ മനുഷ്യരുടെ സ്നേഹവും കരുതലും എൻ്റെ ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളിലായി എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന സത്യം ഞാൻ പ്രത്യേകം ഓർക്കുന്നു. അവരോടെല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ഇനി നീട്ടിക്കൊണ്ട് പോയി ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ കഥ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.